ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയാണ് ഇന്ന് എനിക്ക് മുന്നിൽ. ഇവരെല്ലാം ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വളർച്ച കൃത്യമായി കണ്ടിട്ടുള്ള രണ്ട് മനുഷ്യരാണ്. ആദ്യകാലത്ത് വേദികൾ പാടുമ്പോൾ ഇവരൊക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ ഒരേപോലെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പല സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ സൗണ്ട് ഇല്ലായിരിക്കും, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആൾക്കാർ അതുപോലെ എനർജി നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ആ എനർജി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. പാട്ട് പഠിച്ചു വരുന്നവരുണ്ട്. നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴേക്കും അവരുടെ ചുണ്ടുകൾ അതനുസരിച്ച് പാടുന്നത്. അപ്പോൾ നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. ഇവനെ അവിടെ തള്ളിയിടുന്നു. പാട്ടിൽ ഉപരി ഇമോഷണലി എല്ലാവരും കണക്റ്റഡ്. അതായത് ഞങ്ങളെ ഓരോരുത്തരെയും ഒരു അനിയനായിട്ടോ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ചേട്ടനായിട്ടോ അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. ഒരുപാട് സാമ്പ്രദായിക ഭജനകളിൽ പ്രാക്ടീസ് ചെയ്ത് വേദികളിൽ എത്തിക്കഴിയുമ്പോണ്ടല്ലോ പല ആൾക്കാരും അത് കേൾക്കാനില്ല. ഭജൻ കണക്ട് വന്നതോടുകൂടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി മാറ്റിയതോടുകൂടി ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ തുടങ്ങി. 4 വയസ്സിൽ അച്ഛൻ കൊണ്ട് പാട്ട് പഠിക്കാനാക്കിയതാണ്. പക്ഷെ അന്ന് സാറ് പറഞ്ഞു അക്ഷരം പഠിച്ചിട്ട് പാട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കഴിയാത്തത് എൻ്റെ മകന് കൊടുക്കുക. അവനെ സംഗീതത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും. ലോകത്തിൽ എല്ലായിടത്തും ഈ ഭജൻസ് എത്തിക്കാനുള്ള കഴിവും ഈശ്വരൻ അനുഗ്രഹിച്ച് കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്തേ. ഭക്തിയും സംഗീതവും ഇടകലരുന്ന ഒരു മാജിക് കേൾക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ് എന്ന സക്സസ് സ്റ്റോറിയുടെ സൃഷ്ടാക്കളാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും സുഖം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഭജൻ കണക്റ്റിന്റെ തുടക്കത്തിലാണ്. തിരുവനന്തപുരത്തെ ഭജൻ കണക്ട് സംഭവിക്കുമ്പോഴാണ്. ഇപ്പോ ബാംഗ്ലൂരിലെ ഭജൻ കണക്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു 3ാമത്തെ ഭാവമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലെ ഭജൻ കണക്റ്റിനെ കാണുന്നത്. ഒരു ഭയങ്കര ഒരു മാറ്റം എനിക്ക് അതിൽ തോന്നിയിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെ പോകുന്നു? വളരെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ഞാൻ ഈ 3ാമത്തെ ഭാവം എന്ന് ഞാൻ പറഞ്ഞത്, പൊതുവെ നിങ്ങളുടെ കുറെ വെർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തുടക്കത്തില് ഗൂഗിൾ മീറ്റിലൂടെ പാടുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പ്രാക്ടീസ് സെക്ഷൻസുമായി എത്തി കണ്ടിട്ടുണ്ട്. പിന്നീട് സ്റ്റേജുകളിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഓഡിയൻസിലേക്ക് ഇറങ്ങിപ്പോയ ഭജൻ കണക്റ്റാണ് ബാംഗ്ലൂരിൽ ഉണ്ടായത്. എന്തൊക്കെയാണ് ആ വിശേഷങ്ങൾ? എങ്ങനെയാണ്? അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ബാംഗ്ലൂർ. കാര്യം ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂർ എത്തി നിൽക്കുമ്പോഴത്തേനും അതിൻ്റെ ഗ്രാഫ് കാണുമ്പോഴത്തേനും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്, പ്രൗഡാണ്. അതിനേക്കാൾ ഉപരി അതിൻ്റെ ആൾക്കാർക്കുള്ള ഇൻവോൾവ്മെൻറ്റ് ഞങ്ങളെന്ന് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഭജൻ കണക്കിന് 200 പേരെ ഞങ്ങൾ എത്തിക്കാനായിട്ടുള്ള പാടായിരുന്നു. അതിനുശേഷം പാലക്കാട് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ട് 15 മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആവുമോ എന്നൊക്കെ പറയുമ്പോഴത്തേനും അപ്പോൾ ആൾക്കാർ അതിനോടുള്ള അത്രയും കണക്റ്റായി. അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ 25 വർഷക്കാലമായിട്ട് ഈ ഭജൻ എന്ന് പറയുന്ന ഒരു മേഖലയിലുണ്ട്. നിങ്ങളുടെ ഭജൻ കണക്കിൽ തന്നെ ഒരു അമ്മ ഞാൻ പറയുന്നത് കേട്ടു, ഒരു ന്യൂജൻ മകനുണ്ട് ആ അമ്മയ്ക്ക്. അമ്മ പറയുന്നുണ്ട് എവിടെയും അവൻ ഒതുങ്ങിയിരിക്കാറില്ല, പക്ഷെ നിങ്ങളുടെ ഭജന കേട്ട് അത്രയും ഇരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത്തരത്തിൽ എല്ലാ ജനറേഷനെയും നിങ്ങൾക്ക് ഒരുമിച്ചിരുത്താൻ കണ്ണു നിറഞ്ഞിരിക്കുന്ന അമ്മമാരെ നമ്മൾ കാണാറുണ്ട്. എല്ലാ ജനറേഷനും അതിലുണ്ട്. എങ്ങനെ സാധിക്കുന്നു ആ ഒരു വൈബ് എല്ലാ സ്ഥലങ്ങളിലും നിലനിർത്താൻ? എങ്ങനെ പറ്റുന്നു? അല്ല, ശരിക്കും ഒരു 5 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ ഒരേപോലെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിലിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഓരോ പാട്ടുകളും അതിപ്പോൾ ചലച്ചിത്രഗാനം മിക്സ് ചെയ്യുന്നതാണെങ്കിലും ഭക്തിഗാനങ്ങളാണെങ്കിലും എല്ലാം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും. അപ്പോൾ അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ അത് കൂടെ പാടാനും, അതാണിപ്പോൾ ഈ ബാംഗ്ലൂർ ഭജൻ കണക്കിലൊക്കെ നമ്മൾ കണ്ടതിൻ്റെ അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. പാട്ടിൽ ഉപരി ഇമോഷണലി എല്ലാവരും കണക്റ്റഡ്. അതാണ് ഈ പാട്ട്. അതായത് ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു അനിയനായിട്ടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ചേട്ടനായിട്ടോ അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബാൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു പൊസിഷനിൽ ഇരിക്കുന്നത് അങ്ങനെയല്ല. ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ ഞാൻ പാടുമ്പോഴാണ് അംഗീകാരമാണ് അവരങ്ങനെ കാണുക എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇമോഷണലി അത്രയും കണക്റ്റഡ്. നമുക്ക് വരുന്ന മെസ്സേജുകളെല്ലാം ഓരോ ദിവസവും വരുന്ന മെസ്സേജുകളും അവരുടെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടെയുണ്ട്, അവരുടെ അപ്പായിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെയുണ്ട്.
അപ്പോൾ അതൊരു ഭയങ്കര അതുകൊണ്ട് തന്നെ ഇതിനോട്ട് പങ്കുചേരാൻ വേണ്ടി പാട്ട് പഠിച്ചു വരുന്നവരുണ്ട്. ഇപ്പൊ ലിറിക്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മളിപ്പോ മിക്ക വേദിയിലും അത് കാണാം. അതായത് നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴേക്കും അവരുടെ ചുണ്ടുകൾ അതനുസരിച്ച് പാടും. മെസ്സേജ് ഉണ്ടാവും അതിനു മുമ്പ് തന്നെ, ഞങ്ങൾ ഇന്ന് പാട്ട് പഠിച്ചിട്ടാണ് വരുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് പാട്ട് പഠിച്ചിട്ടുണ്ട്? ഞങ്ങളെല്ലാവരും അത്യാവശ്യം എല്ലാവരും പാട്ട് പഠിച്ചിട്ടുണ്ട്? എല്ലാവരും അല്ല, എന്നാലും മെയിനായിട്ടുള്ള ഞാനും ഇവനും ഒക്കെ ഞങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് മുൻപ് പോകുമ്പോഴുള്ള ചെക്ക് ലിസ്റ്റ്? എന്തൊക്കെ കാര്യങ്ങൾ? ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു ഫോൺ സൈലന്റ് ആക്കണം, കണ്ടോ, ഒരാള് ഓർത്ത് ചോദിച്ചതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവില്ലേ? ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ് എല്ലാവരും സമയത്ത് തരണം. ആരാണ് അപ്പൊ ഇതിൽ ലേറ്റ് ആയിട്ട് വരുന്നത്? ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു ലിസ്റ്റ്. അതിനുശേഷം ഡ്രസ് ഉണ്ടോ, മൈക്ക് ഉണ്ടോ, അല്ലേ? മൈക്ക് പിന്നെ ചെക്ക് ലിസ്റ്റ് എല്ലാം സാറാണ്. ടീം മാനേജർ എന്ന നിലയ്ക്ക് ഉണ്ണിച്ചേട്ടൻ പറയൂ, ഇതിൽ ആരായിട്ടും ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടി? അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ വരുന്നവരായിരിക്കും അടുത്ത പ്രാവശ്യം ഏറ്റവും നല്ല ഒരാളുടെ ഡേറ്റ് കിട്ടാനൊക്കെ ഏറ്റവും പാടാരുടെ ഡേറ്റ് കിട്ടാനാ? ഇല്ലെങ്കിൽ എല്ലാരും കൂടി ഒപ്പം എത്തിക്കണ്ടേ? ഒരു ജോലിക്കൊക്കെ പോകുന്നവരാണ്. ഡേറ്റ് കിട്ടാൻ പാട് ശ്രീലാലിന് തന്നെയാണ്. മാഷാണ് കുട്ടികളോടൊക്കെ സമയത്തിന് ഒത്തിരി തിരക്കുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ശ്രീലാലേട്ടനാണ് കുറച്ച് ടൈറ്റ് ആയിട്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോയി, പിന്നെ വൈകുന്നേരം വന്ന് സ്കൂളിലെ ആ കാര്യം 5 മണിക്ക് ശേഷം പിന്നെ അങ്ങനെയുള്ള ഒരു പത്രപ്പാടും അതൊക്കെയാണ്. പിന്നെ ഓടി എത്തണ്ട ഈ സ്ഥലത്ത്, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ വഴി തെറ്റിച്ച് പാടുന്ന ആരാ? വഴിയൊക്കെ തെറ്റിച്ച് പാടുന്നത് ശ്രീലാലേട്ടൻ തന്നെയാണ്. ഞങ്ങള് മിക്ക വേദികളുടെ ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാവും പരിപാടിക്ക് പോകാറ്. അപ്പോൾ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു പൾസ് കാണുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയും ചിലപ്പോൾ ഇവിടെ ഈ പാട്ട് ആപ്റ്റാവില്ല. അപ്പം നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് ഒക്കെ വരും. അപ്പൊ അതുവരെ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിരുന്ന ആൾക്കാർക്ക് അതെല്ലാം പ്രശ്നമാകും. പിന്നെ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂവിൽ ശരിക്കും ഞങ്ങളൊരു തമാശയായിട്ട് പറഞ്ഞതാ. കാര്യം ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഭയങ്കര ഒരു സ്റ്റേജിനെ കൈയെടുക്കാൻ കഴിവുള്ള 2 ആൾക്കാരാണിത്. അതിനകത്ത് മെയിനായിട്ട് ഇന്ത്യയിലെ പ്രോഗ്രാംസിലും നല്ല ലെവലിൽ നിൽക്കുന്ന ഒരാളാണിത്, നവീനും അതേപോലെ. പക്ഷെ നമ്മൾ തമാശയുടെ രൂപത്തിലാണ് കൂടുതൽ ഇത് പറയുന്നതെങ്കിലും ഞങ്ങളെ സ്റ്റേജിൽ അത് കൂടുതലും ആ ഒരു ഇത് തന്നെ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് അങ്ങനെ സ്പോട്ടിൽ ചേഞ്ച് ചെയ്ത് പാടിയിട്ട് പിന്നെ അത് കൊള്ളാമെന്ന് വിചാരിച്ച് സ്ഥിരമാക്കിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഒരു എക്സാമ്പിൾ? അതാണ് മിക്ക പാട്ടും അങ്ങനെ തന്നെ. അല്ല, അതെ, അത് ഓരോ പ്രാവശ്യം ഒരു ചിലപ്പോൾ നമ്മൾ കുറെ സ്റ്റേജിൽ ഒരു സംഭവം പാടും. അപ്പൊ പാടുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു സ്റ്റേജിൽ വേറൊരു സാധനം പാടും. അപ്പൊ അത് കൊള്ളാമെന്ന് വിചാരിക്കും. അത് ചിലപ്പോൾ പാട്ട് തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഒരു വയലിനൊരു പീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിലൊരു പാറ്റേൺ ആയിരിക്കും, അല്ലേ? മിക്കവാറും ഞങ്ങൾ ഹോം സെക്ഷൻ ഉണ്ടല്ലോ, അതിലായിരിക്കും ഒരു പാട്ട്. മിക്കവാറും പാട്ടുകൾ കൂടുതലും നവീൻ ബ്രോ ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഹോം സെക്ഷൻസിൽ നമ്മൾ പോകുന്നു. അതിനുശേഷം ലൈവ് വരാൻ നേരത്ത് ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ സ്പോട്ടിലായിരിക്കും വരുന്നത്. അതെല്ലാം മാക്സിമം വരുന്നത് ഭയങ്കരമായിട്ട് കളർഫുള്ളാവും പാട്ട്. ഇപ്പോൾ കീബോർഡ് ആണെങ്കിലും ചിലപ്പം ഋതുവായിരിക്കും, വയലിൻ, ചിലപ്പോൾ സ്പോട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഗതികളായിരിക്കും ഭയങ്കരമായിട്ട് കയറി വൈറലാവുന്നത്. അങ്ങനെയാണ് റീസെന്റ് സംഭവിച്ചത്. നിങ്ങളൊക്കെ ഭയങ്കര യൂത്താണ്, പക്ഷെ ഹരിച്ചേട്ടനാണ് പ്രായത്തിൽ മുതിർന്ന. എന്നാൽ ഇവരുടെ ഒരു വൈബിന് പിടിച്ചു നിൽക്കുന്നുണ്ട്, അതേ എനർജിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്താണ് ആ എനർജിയുടെ സീക്രട്ട്? എനർജിയുടെ സീക്രട്ട് കുറച്ച് മേക്കപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു സീക്രട്ട്. ഓക്കെ. ഇനി നമ്മൾ വയലിനെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് വൈറലായതാണ് കാതലേ കാതലേ. എനിക്ക് എത്രയോ വട്ടം കേട്ടിട്ടും ആ ഒരു ഫീൽ എപ്പോഴും കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്തത്? ഐ മീൻ ആ ഒരു പാറ്റേണിലേക്ക് എത്തിയത് എങ്ങനെ? അത് ശരിക്കും കോയിൻസിഡൻസ് ആണ്. ശരിക്കും ഞാൻ ഒരു 2-3 മന്ത്സ് മുന്നേ വരെ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഫിലിം സോങ്, ആബേരി രാഗത്തിലുള്ള ഒരു സോങ് നവീൻ ചേട്ടൻ്റെ വീട്ടിൽ അവിടെ ദുബായിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം എല്ലാവരും ലിറിക്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദുബായ് ടീമിലുള്ള തബല വായിക്കുന്ന ഒരു ചേട്ടൻ, സായി ചേട്ടൻ, ഇങ്ങനെ ചോദിച്ചു, എടാ 96-ലെ BGM ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇത്തിരി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വായിച്ച് കറക്റ്റ് ചെയ്തു. അന്നേരം നവീൻ ചേട്ടനകത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പാട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കണക്റ്റിന് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു, വായിക്ക് എന്നുള്ള രീതിയിൽ. അവനെ നോക്കുന്നത്, ഞാനത് വായിക്കാൻ പറയുന്നത് പ്ലാൻ ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു ബ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പൊ ഞാനത് നോക്കുന്നതാണ്, അവനോട് നോക്കിയിട്ട് എന്നാൽ വായിച്ചോളാൻ പറയുന്ന സാധനമാണ്. അന്ന് അങ്ങനെ പ്ലാനിലില്ലാണ്ട് പാടിയതാണ് ആ ചേട്ടൻ പാടിയിട്ട് ഞാൻ കേട്ടത് നമ്മൾ ആദ്യം കണ്ട സമയത്ത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ചിന്ന മുഴുക കത്തി നിൽക്കുകയാണ്. ഞാൻ തന്നെ അന്ന് ഭയങ്കര കാമായിട്ട് ഇരുന്നിരുന്ന ഒരാള് ഇത്രയും വൈബ്രന്റ് ആയി പാടുമ്പോ
നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഞെട്ടലാണ്. അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? അല്ല, ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ 2 മാസമായിട്ടേ ഉള്ളൂ പ്രോഗ്രാമിൽ വന്നിട്ട്. ഇപ്പൊ കുറച്ചധികം മാസങ്ങൾ പിന്നിട്ടു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? 8 മാസത്തോളായി. ഫാൻസ് ഒക്കെ ആയോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല, കുഴപ്പമില്ലാതെ ഫാൻസിന്റെ ഫാൻസിനെ കൊണ്ട് അങ്ങനൊന്നുമില്ല. പിന്നെ ഒത്തിരി സന്തോഷം. സുഖം. നീ എന്താണ് ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ കൂടി? സിനിമയൊക്കെ എങ്ങനെ പോകുന്നു? ഒരു പടം ചെയ്തായിരുന്നു ഇപ്പം. നമ്മളന്ന് സംസാരിക്കുമ്പോൾ ബസൂക്കയുടെ കാര്യം പറഞ്ഞു. അതല്ല, കഴിഞ്ഞ ഒരു പടം ചെയ്തായിരുന്നു, ഈ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞു. ഷാൻ റഹ്മാൻ ഒരു ഭാവി മ്യൂസിക് ഡയറക്ടറാണ്. തീർച്ചയായും. അപ്പൊ ഇവരൊക്കെ ഇട്ട് പോകുമോ? ഇല്ല പറഞ്ഞു വിട്ടാലോ. ഓക്കെ, ഇനി നമുക്കൊരു പാട്ടായാലോ? ക്ഷീരം സഞ്ചിരാഭം ജയിക്കേണം വഞ്ചിഭൂമി പദേ ക്ഷീരം ദേവദേവൻ എന്നും ദേഹസൗഖ്യം വളർത്തേണം വഞ്ചിഭൂമി പദേ ചീരം ത്വശരീരം ഭൂമൗ വിശദമായി വീണങ്ങേണം വഞ്ചിഭൂമി പദേ ചീരം. മനോഹരം, എല്ലാ ഇപ്പോഴത്തെയും പോലെ തന്നെ. ഇനി എന്താണ് ഭജൻ കണക്ട് ഇപ്പോ സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? അടുത്ത 2-3 സ്റ്റെപ്പ് ഉണ്ട്, അതിപ്പോ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, സർപ്രൈസ് ആണ്. ഭജൻ കണക്ട് എന്താണെങ്കിലും ഞങ്ങളെ കുറച്ചുകൂടെ ഒരു നമ്മളെ ഇപ്പം ടൂറ് കുറച്ച് ഗ്ലോബൽ ഭജൻ കണക്ട് ഞാൻ ചോദിക്കണം എന്ന് വെച്ചാൽ ഉഗാണ്ടയിൽ പോയിട്ടുള്ള ഭജൻ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. ഞാൻ എന്റെ കുറച്ച് വീഡിയോ ഒരു വർഷമായി എന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഒരു വർഷം കഴിഞ്ഞതിനും ഈ ലാസ്റ്റ് ഡിസംബർ മുന്നിലത്തെ ഡിസംബറിലായിരുന്നു എനിക്ക് അല്ലേ? അല്ല, അത് കെന്യയിലല്ലേ? ഉഗാണ്ട ചെയ്തു. പിന്നെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്? നമ്മള് 31 ഒമാനിൽ പ്രോഗ്രാം ഉണ്ട്. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, UAE, മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസിലും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആഫ്രിക്കൻ കൺട്രീസിലും നമ്മളിപ്പം കെന്യ ആൻഡ് ഉഗാണ്ടയാണ്. ഇനി അത് വെളിയിലേക്ക് പോകുന്നത് ഇപ്പം അടുത്ത ഒരു 1 വീക്കിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും. ഓസ്ട്രേലിയൻ ഒരു ടൂറുണ്ട്, അത് ഏപ്രിൽ. അതൊരു 6 സിഡ്നി അങ്ങനെ 6 സ്ഥലങ്ങളിൽ ഉള്ളൊരു അതൊരു നമ്മള് ഗ്ലോബൽ യാത്ര എന്നുള്ള രീതിയിൽ ഞങ്ങള് നന്ദഗോവിന്ദന്റെ ഫസ്റ്റ്. ഈ ആഫ്രിക്കയിലെ ഓഡിയൻസ് ഒക്കെ എങ്ങനെയാ? ആഫ്രിക്കയിലെ ഓഡിയൻസ് നമ്മുടെ ഇന്ത്യൻസ് തന്നെയാണ്. അവിടെ ഉള്ളവരൊക്കെ വരാറുണ്ടോ? ഐ മീൻ ബോൺ ഇൻ ആഫ്രിക്ക അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ചു പേരുണ്ടായിരുന്നു അവിടെ. പക്ഷെ അധികം ഇത് മലയാളികൾ അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല, അവിടെ നോർത്ത് ഇന്ത്യൻസ്, ഓവറോൾ ഇന്ത്യൻസ് എല്ലാവരും കൂടി ഒരു ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. ആഫ്രിക്കൻസ് വരെ മ്യൂസിക്കിന് ഭാഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഭയങ്കര രസമായിരുന്നു പരിപാടി കേട്ടോ. അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള ഒരു 1500 പേരോളം പ്രോഗ്രാം കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ സ്ഥിരം ലിസണേഴ്സ് ആണ്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ പറയുന്ന പോലെ രാവിലെയും വൈകിട്ടൊക്കെ നമ്മളെ പാട്ടുകൾ കേൾക്കുന്നു എന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞപ്പോഴൊക്കെ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഉഗാണ്ട, പ്രത്യേകിച്ച് കോൾ ഉഗാണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സ്പാം ആയിരിക്കും, ഫേക്ക് ആയിരിക്കും. കാര്യം എനിക്ക് ഇന്നലെ ഒരാൾ ഉഗാണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പക്ഷേ അത് നമുക്ക് ടൈമിങ്സ് നമുക്കിനിയുള്ള ഡേറ്റ്സ് ഒക്കെ ക്ലാഷ് ആവുന്നതുകൊണ്ട്. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നടക്കുന്നുണ്ടോ? ഇനി പുതിയൊരു സ്റ്റൈൽ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുന്ന പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരുന്നിട്ടാണ് നിങ്ങൾ പാടിയിരുന്നത് കൂടുതൽ. ഇപ്പൊ നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. നമ്മൾ സ്റ്റേജിലിരുന്ന് കണക്ട് ചെയ്യുമ്പോഴും ആൾക്കാർ അതൊരു ഭയങ്കര എനർജി തന്നെ. ഞാൻ കണ്ടു ആ വീഡിയോയിൽ ഇപ്പൊ നവീൻ ചേട്ടന്റെ ആണെങ്കിൽ ശ്രീലാലേട്ടന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നുണ്ട്. അവര് വന്ന് ഫോട്ടോ ഇട്ടിട്ടൊക്കെ പോകുന്നു. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്?
താഴെ ഇരുന്ന് കണ്ടപ്പോൾ അല്ല അത് ഭയങ്കര അവർക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. അവർ അവരുടെ വീട്ടിലെ ആളുകൾ അടുത്ത് വരുന്ന ഒരു ഫീലിലാണ്. അപ്പൊ അത്രയും സ്നേഹത്തോടെയാണ് അവര് വന്ന് നമ്മളോട് ഒരു ഫോട്ടോ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഇവര് പുറത്തോട്ട് ഇറങ്ങിയപ്പോ തന്നെ അവരെല്ലാരും എഴുന്നേറ്റ് പിന്നെ അല്ലെ ആഘോഷമായത് ശരിക്കും അവരുടെ ഒരു എനർജിയാണ് ശരിക്കും അതിലല്ലേ കൂടുതലും. അല്ല സത്യം, അല്ല നമ്മള് പല സ്റ്റേജിലും നമുക്ക് ചിലപ്പോൾ സൗണ്ട് ഇല്ലായിരിക്കും, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആൾക്കാർ അതുപോലെ എനർജി നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ആ എനർജി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. സ്റ്റേജിലിരുന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു പ്രത്യേകിച്ച് ഒരു അല്ലേ ഒരു പോസിറ്റീവ് ഒരു ഭയങ്കര പവർ ഓറ കണക്ട് എന്നുള്ള അതിന്റെ കറക്റ്റ് മീനിങ് അതാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഇന്നുണ്ട്. നവീൻ ചേട്ടൻ്റെ പാരൻസ് ഇവിടെ ഉണ്ട്. സോ അവരെയും കൂടി കാണാം. കാരണം നിങ്ങളുടെ വീഡിയോന്റെ താഴെയൊക്കെ ഞാൻ ഒരുപാട് കമന്റ് കണ്ടിട്ടുണ്ട്. ഈ മക്കളുടെ അച്ഛനമ്മമാർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പൊ ഇവരെല്ലാവരും പാരൻസിനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് നവീൻ ചേട്ടന്റെ പാരൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ അവരെയും കൂടി നമുക്കൊന്ന് കാണാം. നമസ്കാരം. നമസ്കാരം. എന്താണ് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു അച്ഛനും അമ്മയാണ് ഇന്ന് എനിക്ക് മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളുടെ മുഖങ്ങളിൽ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് നവീൻ ചേട്ടൻ വേദികളിൽ പാടുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇത്രയും ആളുകളുടെ സ്നേഹമൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അത് തോന്നുന്നത്? എല്ലാ ഈശ്വരാനുഗ്രഹം, പിന്നെ സന്തോഷം, ഇതൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഭജൻസ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് നവീൻ ചേട്ടൻ ഇപ്പോൾ ഒരുപാട് കാലമായി, 25 വർഷക്കാലമായി നന്ദഗോവിന്ദത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ ഈ തുടക്കകാലത്തിലൊക്കെ ഇതിലിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ആദ്യമേ 4 വയസ്സിൽ അച്ഛൻ കൊണ്ട് പാട്ട് പഠിക്കാനാക്കിയതാണ്. പക്ഷെ അന്ന് സാറ് പറഞ്ഞു അക്ഷരം പഠിച്ചിട്ട് പാട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. പിന്നെ 9ൽ പഠിക്കുമ്പോഴായിരുന്നു അരങ്ങേറ്റം. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഭജൻസിലേക്ക് വന്നത്. അന്ന് ഒത്തിരി എതിർപ്പുകളൊക്കെ പലരും പറയുമായിരുന്നു. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്, ഇങ്ങനെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ. പക്ഷെ അവൻ്റെ ഇഷ്ടം, അത് ഞങ്ങൾ അങ്ങനെയോ. അച്ഛനെന്താ പറയാനുള്ളത്? ഇപ്പോൾ പഠിക്കാണ്ട് അല്ലെങ്കിൽ പഠിപ്പിൻ്റെ ഇടയിലൂടെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം അവൻ്റെ താല്പര്യം അതായിരുന്നു. തന്നെയല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഗീതം പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിൻ്റെ പ്രായം കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി അത് പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പം എനിക്കൊരു തോന്നലുണ്ടായി, എനിക്ക് കഴിയാത്തത് എൻ്റെ മകന് കൊടുക്കുക. അങ്ങനെ അവനെ സംഗീതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ നിർബന്ധിക്കുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാനും ഇങ്ങനെയുള്ള. അന്നേരം അതിനൊക്കെ ഒരു സമയത്ത് കുറച്ച് വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അവന് തന്നെ തോന്നി, ഇത് സംഗീതത്തോട് വളരെ ഇഷ്ടം തോന്നി. അവനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഭജനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തു. പിന്നെ അതിനു വേണ്ട പ്രചോദനം കൊടുക്കാനും ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോലും പ്രയത്നിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാം മുത്തുകളാണ്. പക്ഷേ ഈ മുത്തുകൾക്ക് എല്ലാത്തിനും കൂടി ഒരു ചരട് വേണം, അതെങ്കിലേ അതൊരു മാലയാവുള്ളൂ. ആ ചരടാകാൻ കാരണക്കാരനായത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പണിക്കരേട്ടനായിരുന്നു. അദ്ദേഹമാണ് ഇത് ശരിയായ രീതിയിൽ വളർത്തിയെടുത്ത് ഈ മുത്തുക്കളെ എല്ലാത്തെയും കൂട്ടിയെടുത്ത് ഒരു മാലയാക്കി മാറ്റിയത് അദ്ദേഹമാണ്. തീർച്ചയായിട്ടും ഭംഗിയായി കൊണ്ട് നടക്കുന്നുണ്ട്. അതെ അതെ അതെ, ഇവരെ ഒരുമിച്ച് അത് അദ്ദേഹം കാഴ്ചയില്ലെങ്കിൽ പോലും ഉൾക്കാഴ്ചയോടുകൂടി ഇവരെ ഒരുമിച്ച് കൊണ്ടു നടക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നന്ദഗോവിന്ദം ഭജൻസ് ഇത്രമാത്രം പ്രചാരം നേടാനുള്ളൊരു കാരണക്കാരനും അദ്ദേഹമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ നവീൻ ഇങ്ങനെയുള്ള ആ ഒരു ഇതിൽ എത്തിപ്പെടുകയും അതേ രീതിയിൽ തന്നെ ലോകത്തിൽ എല്ലായിടത്തും ഈ ഭജൻസ് എത്തിക്കാനുള്ള കഴിവും ഈശ്വരൻ അനുഗ്രഹിച്ച് കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ട് വേദിയിൽ പാടുന്നത് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ഫീലിങ്സ് എങ്ങനെയുണ്ടായിരുന്നു? വേദികളിൽ നിന്ന് മിക്കവാറും ഞങ്ങളെല്ലാവരും കുടുംബത്തോടു കൂടി തന്നെ ആദ്യകാലത്ത് വേദികൾ പാടുമ്പോൾ ഇവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ സ്ഥലങ്ങളിൽ അച്ഛനും അമ്മയും സൗണ്ടുകാരനും മാത്രം അല്ലേ, കഴിഞ്ഞപ്പോൾ ഭാര്യമാരും, അതിന് ഇവര് മാത്രം.
രാത്രിയിലെ പ്രോഗ്രാം 2 മണി 3 മണിയും കഴിയുമ്പോഴത്തേനും ഞങ്ങളെ വീട്ടിൽ മിക്കവാറും എൻ്റെ വീട്ടിലായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ കിടക്കുന്നൊക്കെ രാത്രി കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ പ്രവീണ ശീലാല് അല്ല രാവിലെ 3 മണിക്ക് അമ്മ ദോശ ഉണ്ടാക്കി തരും. രാവിലെ ചപ്പാത്തിയും ദോശയും വെളുപ്പിന് 3 മണിക്ക് അമ്മ എന്നിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേനും എഴുതുണ്ടാക്കി തരും. എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങനെയൊക്കെ. നിങ്ങളുടെ വളർച്ച കൃത്യമായി കണ്ടിട്ടുള്ള 2 മനുഷ്യരാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ അവരിപ്പോ എത്തി. ഇപ്പോ ഇവരെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല. ഒരുപാട് അമ്മമാരുടെ മക്കളാണ് ഇപ്പോ. തീർച്ചയായിട്ടും കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കമന്റ്സുകളൊക്കെ വായിക്കുമ്പം ചിലപ്പോൾ സങ്കടം പോലും കരച്ചിൽ പോലും വരാറുണ്ട്. എന്തിനാ സങ്കടം വരുന്നത്? സങ്കടമല്ല, സന്തോഷം കൊണ്ട്. ഇപ്പോ നമ്മൾ പറയുമല്ലോ ഭാഗ്യം ചെയ്യണമെന്ന് നമ്മൾ പറയും. ഞാൻ കമന്റുകളിലൊക്കെ നമ്മൾ വായിക്കും, നമുക്കത് ഒരുപാട് കാണാൻ സാധിക്കും. ഇവരെല്ലാവരുടെയും അച്ഛനമ്മമാർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് മക്കള് ഈ ഒരു രീതിയിലേക്ക്. കാരണം ഒരുപാട് പേരുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് പേരെ ഭക്തിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ. എന്ന് വെച്ചാൽ ഭക്തി ഇല്ലാത്തവരെ പോലും ഭക്തിഗാനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നാറില്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ട് തോന്നാറുണ്ട്. അത് ശരിക്കും അത് അനുഭവിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലോട്ട് ഇവർ പാടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭജൻസ് മറ്റൊക്കെ സാമ്പ്രദായിക ഭജന, അത് നിരന്തരം ഇരുന്ന് ഒരുപാട് സാമ്പ്രദായിക ഭജനകൾ പാടി പ്രാക്ടീസ് ചെയ്ത് വേദികളിൽ എത്തിക്കഴിയുമ്പോണ്ടല്ലോ പല ആൾക്കാരും അത് കേൾക്കാനില്ല. അങ്ങനെ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പ്രദായിക ഭജന എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഭജൻ കണക്ട് വന്നതോടുകൂടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി മാറ്റിയതോടുകൂടി ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ തുടങ്ങി. അതാണ് അതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂജൻ ഇതിനെ ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. നമ്മൾ ഇവരെ കൂടുതൽ കാണുന്നത് വേദികളിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസിലൊക്കെയാണ്. ഇതൊന്നും അല്ലാത്ത ഇവരെങ്ങനെയാണ്? വികൃതിയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇവരെല്ലാം ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വീട്ടില് എന്താ പറഞ്ഞാൽ കണ്ണിലൊന്നിയാണ്. പ്രവീണാണെങ്കിൽ നവീൻ്റെ ഒപ്പമായിരുന്നു പഠിത്തവും ഉറങ്ങുന്നതും ഒക്കെ. മിക്കവാറും വീട്ടിലും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വേദികളിലൂടെ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്താൻ സാധിക്കട്ടെ. അമ്മയും അച്ഛനെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനി ഒരുപാട് പ്രോഗ്രാംസ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് എത്തുക, ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുക. ഇനിയും കാണാം. വീണ്ടും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.